പക്ഷേ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തൊന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ അയാൾ എന്തിനാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്? അയാൾ തന്ന എക്സ്പ്ലനേഷൻ പോലെ തന്നെ ഒരുപക്ഷെ അയാൾ ഫിറോസിനെ കണ്ടിട്ടുണ്ടാവില്ലെങ്കിലോ? അതിനുള്ള സാധ്യത 0% ആണ് മാഡം. അയാൾ എന്നെ കണ്ടിരുന്നു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുന്നിലൊന്നും അയാൾ പതറിയില്ല. അതാ എന്നെ കൺഫ്യൂഷനിലാക്കുന്നത്. അവസാന നിമിഷം വരെ പതറാത്ത ഒഫൻഡേഴ്സും നമ്മുടെ എക്സ്പീരിയൻസിലുണ്ടല്ലോ. ആവാം. പക്ഷേ എന്തോ അയാളെ ഒരു കൊലയാളിയായി വായിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പണക്കാരനായ അപ്പന്റെ പണക്കാരനായ മകൻ, അതാവും അയാളുടെ പ്രതിനായക പരിവേഷണത്തിന് പിന്നിലെന്ന് എനിക്ക് തോന്നി. ഏതായാലും അയാളെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള അന്വേഷണം പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ട. അയാളെന്നല്ല, ആരും നമ്മൾ ഒഴിവാക്കുന്നില്ല. എവിടെ നിന്നാണ്, എപ്പോഴാണ് നക്ഷത്രം പോലെ ഒരു തെളിവ് ഉദിച്ചുയരുക എന്ന് പറയാനാവില്ലല്ലോ.